അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ ദിവസങ്ങൾ ഓരോന്നും കടന്ന് അവസാനം നമ്മൾ റജബ് നമ്മളിൽ നിന്നും വിട പറയുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാ ഈ റജബ് നമ്മളിൽ നിന്നും വിട പറയുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് ഇൻഷാ അല്ലാ നമുക്കൊരു യാസീൻ ഓതി, നമുക്ക് കുറച്ച് സലാത്തുകൾ ചൊല്ലി, കുറച്ച് ദിക്റുകൾ ചൊല്ലി നമുക്ക് ഹദിയ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ മജ്ലിസ് പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഅ്മാലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട പ്രത്യേകിച്ച് 27ാമത്തെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മഹനീയമായ ഒരു യാത്ര, ആ യാത്രയുടെ ഈ സുദിനത്തിൽ ഇൻഷാ അല്ലാ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ ഓർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ ദുആ ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ഒരു യാസീൻ, കുറച്ച് തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ, അതുപോലെയുള്ള സലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ ദിവസത്തിലല്ലാതെ പിന്നെ എപ്പോഴാണ് നാം ദുആ ചെയ്യുക? ഈ ദിവസത്തിലല്ലാതെ പിന്നെ എപ്പോഴാണ് നാം അവരെക്കുറിച്ച് ഓർക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷോപലക്ഷം ഖബറാളികളുടെ ഖബർ ജീവിതങ്ങൾ നന്നാക്കി കൊടുക്കുന്ന ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട സുദിനത്തിൽ ഇൻഷാ അല്ലാ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പലരും ഇന്ന് 6 അടി മണ്ണിൽ അവരന്തിയുറങ്ങുമ്പോൾ അവരുടെ ഖബറിടങ്ങളിലേക്ക് ഇൻഷാ അല്ലാ ആത്മാർത്ഥമായിട്ട് നമുക്കൊരു യാസീൻ ഓതി, നമുക്ക് കുറച്ച് സലാത്തുകൾ ചൊല്ലി, നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി അവരിലേക്ക് നമുക്ക് ഹദിയ ചെയ്തു കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون
ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ بالصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر ما كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقنا من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين الله സ്വീകരിക്കട്ടെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു നമ്മുടെ എല്ലാ അഅ്മാലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറച്ച് ഇൻഷാ അല്ലാഹ് ഒരു 11 തഹ്ലീൽ ചൊല്ലി നമുക്ക് കുറച്ച് സലാത്തുകളും കുറച്ച് ദിക്റുകളും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ
എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 21 തവണ തന്നെ ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ചൊല്ലിക്കോളീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കാണുന്ന ദിക്ർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് 19 തവണ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് റജബിൻ്റെ 3-ാമത്തെ പത്തിൽ ചൊല്ലാറുള്ള ദിക്റും കൂടി ഒരു 11 തവണ ചൊല്ലി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹിർ റഊഫ് 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനമുള്ളവരെ, ഇതൊക്കെ നാം ചെയ്യുന്നതും നാം ചൊല്ലുന്നതൊക്കെ അവരുടെ ഖബറിടത്തിലേക്കാണെങ്കിലും നാളെ നമുക്കും ഇതുപോലെ നമ്മുടെ പേരിലും ഒരു ഫാത്തിഹ ഓതി തരാൻ ആരെങ്കിലുമൊക്കെ അള്ളാഹു ബാക്കിയാക്കണം. നാം ഇന്ന് ചെയ്യുമ്പോൾ നാളെ നമുക്കും വേണ്ടി ചെയ്യുന്ന ഒരു തലമുറ ഇൻഷാ അള്ളാഹു നമുക്ക് വേണ്ടി ഉണ്ടാക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബക്കാർ നാളെ നാമും ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെയും കുറിച്ച് ഓർക്കും. ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെക്കുറിച്ച് നാം ഓർക്കുന്നത് പോലെ നാളെ നമ്മളും ആരുടെ മണ്ണിൽ കിടക്കുമ്പോൾ നമ്മളെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ നമ്മുടെ പേരിൽ ആരെങ്കിലുമൊക്കെ ഒരു ഫാത്തിഹ ഓതിത്തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നാമും ഒരു നാൾ മരണപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്നലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരാണെങ്കിൽ നാളെ നമ്മളിൽ ആര് വേണമെങ്കിലും ആകാം. അതുകൊണ്ട് നാമും ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടിയെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ഫാത്തിഹ ഓതാനൊക്കെ ഉണ്ടാകണം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ആമീൻ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله الحمد لله رب العالمين
حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي محمد صلى الله عليه وسلم اللهم وإلى حضرات من ماتوا منا يا رب العالمين الله റഹമുറഹീമായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണയല്ലാ, മജ്ലിസ് നീ സ്വീകരിക്കണയല്ലാ, ഞങ്ങളുടെ എല്ലാ അമാലുകളും നീ സ്വീകരിക്കണയല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ യാസീൻ, ഞങ്ങൾ ചൊല്ലിയ അല്ലാഹുവേ മറ്റുള്ള ദിക്റുകൾ എല്ലാം പരിപൂർണമായും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെ മുഴുവൻ മിസ്ല് സവാബും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് നീ എത്തിക്കണയല്ലാ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണയല്ലാ. അത് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് അല്ലാ, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട് അല്ലാ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട് അല്ലാ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. ഖബറിനെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പരിപൂർണ മഗ്ഫിറത്തും റഹമത്തും നൽകണയല്ലാ. പാപമോചനം നൽകണയല്ലാ. നിന്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണയല്ലാ. നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ നിറയ്ക്കണയല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ കൊണ്ട് നീ ഭക്ഷിപ്പിക്കണയല്ലാ. സ്വർഗീയ പാനീയങ്ങൾ കൊണ്ട് നീ കുടിപ്പിക്കണയല്ലാ. സ്വർഗത്തിൻ്റെ എല്ലാ പരിമളങ്ങളും അവരുടെ ഖബറിടങ്ങളിലേക്ക് നീ അടിച്ച് വീക്ഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതകാലത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അരുതായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, എല്ലാം നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ അല്ലാ. അവർ ചെയ്ത നന്മകൾ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അതൊക്കെ അവരുടെ ഖബറിടങ്ങളിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. അവരോട് നീ കരുണ കാണിക്കണയല്ലോ. നരകത്തിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണയല്ലാ. ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ നീ സ്വീകരിക്കണയല്ലാ. ഞങ്ങളുടെ സ്വലാത്തുകൾ നീ സ്വീകരിക്കണയല്ലാ. ഞങ്ങളുടെ ദിക്റുകൾ നീ സ്വീകരിക്കണയല്ലാ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണയല്ലാ. ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങൾ നീ സന്തോഷവും സമാധാനവും നൽകണയല്ലാ. ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കിത്തരണയല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. നിന്റെ ഈമാനിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിറക്കണയല്ലാ. പരീക്ഷണങ്ങളെ തൊട്ട് നീ കാക്കണയല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണയല്ലാ. പട്ടിണിയിൽ നിന്നും നീ കാക്കണയല്ലാ. അപകടങ്ങളിൽ നിന്നും നീ കാക്കണയല്ലാ. രോഗങ്ങളിൽ നിന്നും നീ കാക്കണയല്ലാ. കടങ്ങളിൽ നിന്നും ഞങ്ങളെ വീട്ടിൽ തരണയല്ലാ. അതിനുതകുന്ന ഹലാലായ സമ്പത്ത് നീ നൽകണയല്ലാ. ഹലാലായ സമ്പത്ത് നീ നൽകണയല്ലാ. ഭവനങ്ങളിൽ ബറക്കത്ത് നൽകണയല്ലാ. ഷർറുകളെ തൊട്ടു നീ കാക്കണയല്ലാ. എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണയല്ലാ. അല്ലാഹുവേ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നീ കാക്കണയല്ലാ. വൈറസുകളിൽ നിന്നും നീ കാക്കണയല്ലാ. ഞങ്ങളുടെ അവയവങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും നീ കാക്കണയല്ലാ. അല്ലാഹുവേ, ഷുഗർ പോലെയുള്ള, കൊളസ്ട്രോൾ പോലെയുള്ള, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾ തളർന്നു പോകുന്ന ഒരു രോഗവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. ആഫിയത്ത് നൽകണയല്ലാ. മരണം വരെ ആഫിയത്ത് നൽകണയല്ലാ. ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ നൽകണയല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണയല്ലാ. അവരോട് നീ കരുണ കാണിക്കണയല്ലാ. അല്ലാഹുവേ, അവരുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണയല്ലാ. അല്ലാഹുവേ,
അല്ലാഹുവേ ഞങ്ങളോട് അവർ കരുണ കാണിച്ചതുപോലെ അവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് അല്ലാ. എല്ലാം അറിയുന്ന റബ്ബേ ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ പിൻവലിക്കുകയാണ് അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ബിബറകത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.